എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും ദീപാവലി ആശംസകൾ. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റാണ് തരാൻ പോകുന്നത് എല്ലാ കർഷകർക്കും. അതായത് നല്ലൊരു ഫ്ലവറിങ് ടോണിക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് പരിചയപ്പെടുന്നത്. വെറും 100 രൂപയിൽ താഴെ നമുക്ക് ചിലവ് വരുന്നുള്ളൂ. ഇതാണ് ഞാൻ നിങ്ങൾക്കിന്ന് ഗിഫ്റ്റായിട്ട് തരാൻ പോകുന്നത്. അപ്പോൾ അടുക്കളത്തോട്ടത്തിലേക്കാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഏലം പോലെയുള്ള കൃഷികൾ, അതായത് പൂത്ത് കായ്ക്കുന്ന എല്ലാ കൃഷികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് ടോണിക്കിൻ്റെ കൂട്ടാണെന്ന് പറയുന്നത്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ തോമസ് കുട്ടി സാറാണ്. അപ്പോൾ സാർ ഇത് വർഷങ്ങളായിട്ട് ചെയ്യുന്നു. സാറിന് ഏലത്തോട്ടമാണ്. ഏലത്തോട്ടത്തിൽ നല്ല ഈൽഡ് എടുക്കുന്നു. പുറത്തുനിന്ന് ഒരു ടോണിക്ക് പോലും ക്യാഷ് കൊടുത്ത് സാർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ടോണിക്കാണ് അന്ന് നമ്മൾ നേരത്തെ ഒരു പൈനാപ്പിൾ ടോണിക്കിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞു പോയതാണ് പാൽക്കായ ടോണിക്ക്. അതാണിന്ന് ചെയ്യാൻ പോകുന്നത്. അത് എത്ര എഫക്റ്റീവ് ആണെന്ന് സാറിൻ്റെ തോട്ടത്തിലെ 1-ാം വർഷ ചെടിയിൽ നിൽക്കുന്ന കാ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ വന്നെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടും സാറിൻ്റെ അടുത്ത് നമുക്ക് സാറ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ടോണിക്കിൻ്റെ കൂട്ട് സാറ് പറഞ്ഞു തരാമെന്നുകൊണ്ടാണ് വന്നത്. തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് റിസൾട്ട് കാണിച്ചിട്ട് നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ കർഷകരെ പഠിപ്പിക്കാം. ഓക്കെ. എൻ്റെ എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും ദീപാവലിയുടെ 1000 ആശംസകൾ. ഇനി ഞാൻ ഇത് കാണിച്ചു തരാൻ പോകുന്ന ആദ്യമേ റിസൾട്ടാണ്. ഞാൻ ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് ഞാൻ ഈ തോട്ടത്തിൽ ഒരു ടോണിക്കുകളും വാങ്ങിക്കാറില്ല, ഫ്ലവറിങ് ടോണിക്കുകൾ വാങ്ങിക്കാറില്ല. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ച് ചെറിയ തുകയിൽ, നിസ്സാര കാശ് മുടക്കിൽ ഞാനിത് ഉൽപ്പാദിപ്പിച്ച് ഇത് അടിച്ചു കൊടുത്ത് എനിക്ക് ആദായം വളരെയേറെ നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അത് ഞാൻ റിസൾട്ട് കാണിക്കാം. ആദ്യമേ ഇതുണ്ട്, എൻ്റെ 1-ാം വർഷ ചെടിയാണ്. ഇത് 1-ാം വർഷ ചെടിയാണ്. ഇത് ഞാൻ സാധാരണ എല്ലാ പ്രാവശ്യവും കായ എടുക്കുമ്പം 2 കാ നിർത്തി ബാക്കി മുഴുവൻ എടുക്കുന്നതാണ്. അത് കഴിഞ്ഞുണ്ടാകുന്ന കാകളാണ് പിന്നെ ഇതുണ്ടായിരിക്കുന്നതാണ്. ഈ കാവ് മുഴുവനും ഒരു കൊത്തിൽ എത്ര 6 കായ 7 കായ വെച്ചായിട്ട് 6 കായ 7 ഒരു പൂവും കാണും. ഈ 2 കായ ഞാൻ നിർത്തിയിട്ട് ബാക്കി മുഴുവൻ എടുക്കും. പിന്നെ ഞാൻ 2 പ്രാവശ്യം ഫ്ലവർ ടോണിക്ക് അടിച്ചു കൊടുത്തു കഴിയുമ്പം വീണ്ടും അതുപോലെ കാ സെറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പാൽക്കായ ടോണിക്ക്. ഓക്കെ. അപ്പോൾ റിസൾട്ട് ഉണ്ട്. നമുക്കിപ്പോൾ ഈ ഏലകൃഷിയാണ് സാറിൻ്റെ ഇവിടെ ഒരു വിജയം. പക്ഷേ ഈ അടുക്കളത്തോട്ടത്തിലേക്കൊക്കെ ഏത് ഫ്ലവർ ഉണ്ടാകുന്ന ഏത് പച്ചക്കറി, പയറുവർഗ്ഗമായിക്കോട്ടെ, എന്ത് ഉണ്ടാകുന്ന ഏത് കൃഷികൾക്കും ഈ പാൽക്കായ ടോണിക്ക് നല്ലതാണ്. അതെ. അപ്പോൾ ഇതിന് ലഭ്യമായ ന്യൂട്രിയൻസും കറക്റ്റായിട്ടുണ്ടെങ്കിൽ റിസൾട്ട്. ഓക്കെ. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് കാണിച്ചാലോ? തീർച്ചയായിട്ടും എല്ലാവരും കാണിക്കാം. ഓക്കെ. അപ്പോൾ സാറേ, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, കർഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിനകത്ത് 3 ഐറ്റം സാധനം മതി. ഒന്ന് വേണ്ടത് നമുക്ക് ഗോമൂത്രം. അത് ഏത് പശുവിൻ്റെ ആയാലും കുഴപ്പമില്ല. നാടൻ പശുവാണ് ഏറ്റവും നല്ലത്. ഇനി അതില്ല ഏതേലും ഒരു പശുവിൻ്റെ മൂത്രം മതി നമുക്ക്. അത് 1 ലിറ്റർ. നമ്മൾ എരുമയുടെ ചേർക്കാൻ പറ്റും, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എരുമയോ ആടിൻ്റെയോ എന്ത് വേണമെങ്കിലും ചേർക്കാം, ഒരു കുഴപ്പമില്ല. എന്താണോ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നത് അത് ഉപയോഗിക്കുക എന്നുള്ളത്. 1 ലിറ്റർ വേണം. അത് 1 ലിറ്റർ. നമ്മളിപ്പം ഒരു ചെറിയൊരു കൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു അടുക്കളത്തോട്ടത്തിലേക്ക് ആവശ്യമുള്ള ഒരു കൂട്ടാണ് നമ്മളിപ്പം കാണിച്ചു കൊടുക്കുന്നത്. കാരണം ചെറുകിട കർഷകർക്കും നമ്മുടെ പച്ചക്കറി കൃഷിക്കാർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. ബൾക്കായിട്ടുള്ളത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു കൊടുക്കാം. അതിൻ്റെ കൂട്ടും ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മളിപ്പം ചെറിയൊരു കൂട്ടിൻ്റെയാണ് പറയുന്നത്. ഇപ്പോൾ 1 ലിറ്റർ നമുക്ക് ഗോമൂത്രം വേണം. പിന്നെ നമ്മൾ തൈര് 1 ഗ്ലാസ് പാല്, 1/4 ലിറ്റർ വരും. 1 ഗ്ലാസ് പാല് കർഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അങ്ങ് ഞാൻ പറയുവാണ്. 1 ഗ്ലാസ് പാല് നമ്മൾ തൈരാക്കിയിട്ട് 1 ലിറ്റർ മോരാക്കുക. അതിനകത്ത് 3 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് മിക്സിയിൽ അടിക്കണം. അപ്പോൾ ഈ പാല് കിട്ടില്ലാത്തൊരു ആളാണെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിച്ചു, മിൽമേന്ന് മേടിച്ചാൽ പാല് മേടിച്ചാൽ മതി. മാക്സിമം പാക്കറ്റ് പാൽ ഒഴിവാക്കുന്നതല്ല. അപ്പോൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ മിക്സിയിൽ അടിക്കണം. പ്രത്യേകിച്ച് ഞാൻ പറയണം, മിക്സിയിൽ അടിക്കണം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഈ തൈര് കട്ടയായിട്ട് നമ്മൾ ഇതുമായിട്ട് മൂത്രവും കൂടെ ഒഴിച്ചു കഴിയുമ്പോഴത്തേനും അത് അല്ല കട്ടയായിട്ട് തന്നെ കിടക്കും. ഇത് മിക്സിയിൽ അടിച്ചു കഴിയുമ്പോൾ നല്ല വെള്ളത്തിൽ നല്ല ലയിച്ച് കിടക്കും, മോരായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 1 ഗ്ലാസ് പാല് തൈരാക്കി 3 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് മോരാക്കുക, മിക്സിയിലടിച്ച് മോരാക്കുക. പിന്നെ വേണ്ടത് നമുക്ക് പാൽക്കായം. നമുക്കിത് 2 ലിറ്റർ സാധനമാണ്.
അതിലേക്ക് 20 ഗ്രാം പാൽക്കായം ഇതിലേക്ക് ലയിപ്പിക്കണം. 2 ലിറ്റർ എന്ന് പറയുമ്പോൾ 1 ലിറ്റർ ഗോമൂത്രവും 1 ലിറ്റർ ഗോമൂത്രവും 1 ലിറ്റർ മോരും. അതിലേക്ക് ഇപ്പം 2 ലിറ്റർ സാധനമാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. അതിലേക്ക് 20 ഗ്രാം പാൽക്കായം കൂടെ ഈ മോരിനകത്ത് നമ്മൾ ലയിപ്പിക്കണം. ഇത് ലയിപ്പിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്, പക്ഷെ ഫുള്ള് നമ്മൾ നല്ലപോലെ ലയിപ്പിക്കണം. പൊടിച്ചിടാനൊന്നും പാടില്ല, പൊടിച്ചിടാൻ എളുപ്പപ്പണി നോക്കാൻ ഒന്നും വേണ്ട. ഇത് നമ്മൾ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ഒന്ന് ഞെരടി കഴിയുമ്പോൾ ഇത് ലയിച്ചോളും. മോരിനകത്ത് ഇട്ട് നല്ലോണം ലയിപ്പിക്കുക. ലയിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ കൂട്ടി നമ്മൾ ഇതിനകത്തോട്ട് ഡപ്പയ്ക്കകത്തോട്ട് ഒഴിച്ചാൽ മാത്രം. ഏറ്റവും ശുദ്ധമായ പാൽക്കായം നമ്മുടെ അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടും. ഏത് അങ്ങാടിക്കടയിൽ ഈ പാൽക്കായം ഉണ്ട്. നമുക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെ വേണം കിട്ടുന്നത്. അതായത് നമ്മുടെ വീട്ടിലൊന്നും നോക്കിയാൽ കിട്ടാവുന്ന സാധനങ്ങളേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വീട്ടിലോ അയലോക്കത്തോ നമുക്ക് വീട്ടിൽ പശു വളർത്തില്ലേ, മോര് ഗോമൂത്രം അവിടുന്ന് കിട്ടും. സൊസൈറ്റി ചെന്നാൽ നമുക്ക് പാല് കിട്ടും. പിന്നെ ഈ പാൽക്കായവും ഉള്ളൂ. നിസാര ഇതിൽ നമുക്ക് വളരെ ലാഭം 100 രൂപ താഴെ നിർത്താം. 100 രൂപ താഴെ ഈ 2 ലിറ്റർ വളരെ ലാഭമുണ്ട്, കൂടുതൽ ഉൽപാദനവും ഉണ്ടാവും. ഈ 2 ലിറ്റർ ഉൽപ്പാദിപ്പിച്ചെടുത്തല്ലോ, ഇത് എത്ര ലിറ്റർ വെള്ളത്തിലേക്ക് നേർപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം? നമുക്ക് ഞാനിവിടെ 200 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഇതിനകത്ത് നിന്ന് 1/2 ലിറ്റർ ഒഴിക്കുകയുള്ളൂ. 1/2 ലിറ്റർ. അപ്പം ലിറ്ററിന് 2.5 മില്ലി നേർപ്പിച്ച് നമുക്ക് ചെടികൾ ഡയറക്റ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ലയിപ്പിക്കാം. എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് ആ അടിച്ച മോരുണ്ട്, ആ മോരിലേക്ക് നമ്മളിത് ലയിപ്പിക്കുകയാണ്. ഞെരടി ഇത് ഇച്ചിരി താമസമുണ്ട്. ഇവനൊന്ന് കുതിർന്ന് ഒന്ന് ഞെരടി വരണമെന്നുണ്ടെങ്കിൽ, ലയിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി താമസമുണ്ട്. അത് നല്ല രീതിയിൽ നമ്മൾ ലയിപ്പിച്ചെടുക്കുക. അപ്പോൾ ലയിപ്പിക്കുമ്പോൾ നല്ലൊരു പാൽക്കായത്തിൻ്റെ മണം വരും. ഇതിൻ്റെ ഒരു വലിയൊരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പയർ കൃഷിക്കാർക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ പുഴു, പിന്നെ അതുപോലെ തന്നെ ചാഴി പറ്റിപ്പിടിച്ചിരിക്കും. ഇത് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്കിന് ആ ഒരു പ്രശ്നമേ ഉണ്ടാകും. പാൽക്കായം അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പുഴുക്കളെയും ഈ ചാഴിയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു ഗുണമാണ്. നമുക്ക് ഓർഗാനിക് നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് നമുക്ക് വിഷരഹിത പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. ഇതൊരു കൃത്യമായ ഇടവേളകളിൽ നമുക്ക് കൊടുക്കാം. ഒരു കുഴപ്പമില്ല. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇതിന് എക്സ്പയർ ഡേറ്റ് ഇത് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്ത് ഒരു 10 ദിവസം ഇത് അടച്ച് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്ന് വെച്ചിട്ട് അടച്ച് വെച്ചേക്കുക. പുഴു കയറുന്ന പാൽക്കായ ഉള്ളതുകൊണ്ട് പുഴു കയറുകയല്ല, പേടിക്കുകയേ വേണ്ട. അപ്പോൾ എന്നു ചോദിച്ചാൽ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടേ ഇത് നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. ഇതിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. 1 വർഷമല്ല 2 വർഷം ഇരുന്നെന്ന് പറഞ്ഞാലും ഇത് 1 ലിറ്റർ നമ്മൾ ഈ പറഞ്ഞ അളവിൽ ഉണ്ടാക്കിയാലും വെച്ചിരുന്നാൽ ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുക 2 ലിറ്റർ സാധനം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് 400 ലിറ്റർ വെള്ളത്തിലേക്ക് ഡൈലൂട്ട് ചെയ്യാൻ പറ്റും. ഇത് ചെറിയ പച്ചക്കറി തോട്ടം ഉള്ളവർക്ക് ഈ 400 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് ചിലപ്പോൾ 1-2 വർഷം അടിക്കാൻ കാണും. ഒരു കുഴപ്പമില്ല. എക്സ്പയറി ഡേറ്റ് ഇതിന് 100% ഗ്യാരണ്ടിയാണ്. അത് നാച്ചുറലാണ്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. പച്ചക്കറി കൃഷിയാണെങ്കിൽ തന്നെ പെട്ടെന്ന് കീടാക്കണം. അപ്പൊ നമുക്കൊരു ഇടയ്ക്കിടെ ആ ഇടവേള കണ്ട ഒരു 10 ദിവസം ഗ്യാപ്പിൽ നമ്മൾ അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് കൂടുതൽ എപ്പോഴും പൂ ഉണ്ടായിക്കൊണ്ടിരിക്കും. കീടനിയന്ത്രണം ഉണ്ടാവും. പൂവും കെമിക്കലിലേക്ക് പോകണ്ട. ഇതിൻ്റെ ഒരു പാൽക്കായത്തിൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു ഗുണവും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുട്ടകളൊക്കെ നശിപ്പിച്ച് കളയും. ഈ കീടങ്ങളുടെ മുട്ടകളൊക്കെ നശിപ്പിച്ച് കളയും. പിന്നെ ഈ ഏറ്റവും കൂടുതൽ പച്ചക്കറിക്ക് ഉണ്ടാകുന്ന ഒരു ചാഴിശല്യമാണ്. ഈ ചാഴിശല്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മണം ഉള്ളത് കൊണ്ട് ചാഴി ഒന്ന് മാറി നിൽക്കും. അതുപോലെ ഗോമൂത്രം നല്ലൊരു മരുന്ന്, കീടനാശിനി. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഫ്ലവർ നല്ല നല്ല മുഴുത്ത ഫ്ലവറായിരിക്കും. നമ്മുടെ മുഴുത്ത ഫ്ലവറാണെങ്കിൽ നമ്മുടെ ഫലം വലുതായിരിക്കും. അതാണ് ബെനിഫിറ്റ്. ഇത് അലുക്കാൻ ഇച്ചിരി താമസമുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് അത് മാത്രമേ നമുക്ക് ഇതിനകത്ത് ഇച്ചിരി ഒരു പണി വരുന്നുള്ളൂ. വേറെ ഒന്നും നമുക്ക് വേറെ പ്രശ്നമില്ല. ഇതൊന്ന് ലയിപ്പിച്ചെടുക്കാൻ ഇച്ചിരി താമസമുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു ഡപ്പ നല്ല വൃത്തിയുള്ളതായിരിക്കും. കഴുകിയൊക്കെ എടുത്ത് അതിലേക്ക് വെച്ച് അടച്ചങ്ങ് വെച്ചാൽ മതി. അപ്പം നമ്മൾ പാൽക്കായം ഇതിനകത്ത് ലയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല പാൽക്കായത്തിന് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. നമ്മളിത് നല്ലൊരു ഡപ്പ, നല്ലൊരു പാത്രമാണിത്. ഇതിലേക്ക് നമ്മൾ ഇത് ഒഴിക്കുവാണേ. ഇനി അത് നമ്മൾ ഗോമൂത്രവും കൂടെ 1 ലിറ്റർ
ഈ കായം നന്നായിട്ട് ലയിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്? കായം നല്ലോണം ലയിക്കണം. അല്ല അങ്ങനെ വെള്ളത്തിൽ അങ്ങനെ മോരിനകത്തിട്ടാൽ ലയിക്കില്ല? ഇല്ലില്ല, നമ്മളത് അലിപ്പിച്ചെടുക്കണം. കമ്പിട്ടിളക്കാലും ഇല്ലില്ല, നമ്മൾ ശരിക്കും അത് കൈയും കൊണ്ട് ഞെരടി ലയിപ്പിച്ചെടുക്കണം. അത് അല്ലെ അങ്ങനെ തന്നെ കിടക്കും. അങ്ങനെ തന്നെ കിടക്കും. താമസം നമുക്ക് 10 ദിവസം കൊണ്ട് ഇതാകണമല്ലോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് കൈയും കൊണ്ട് ശരിക്കും ലയിപ്പിച്ച് തന്നെ എടുക്കണം, എന്നാലേ അത് ശരിയാവത്തുള്ളൂ. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ അടപ്പ് വെച്ച് അടയ്ക്കുവാണേ. ഈ 3 കൂട്ട് സാധനമുള്ളൂ. ഇത് 10 ദിവസം കഴിയുമ്പം നമ്മുടെ നല്ല ഏറ്റവും ഗുണമുള്ളതും ദൂഷ്യമില്ലാത്തതും ആയിട്ടുള്ള ഫ്ലവർ ടോണിക് റെഡിയാവും. അതും കീടങ്ങളെ അകറ്റി നിർത്തുന്ന ഒരു സാധനം. ഇത് നമ്മൾ ഏലത്തോട്ടത്തിലായാലും കീടനാശിനി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഉണ്ട്. ആ കൂട്ടത്തിൽ ഉപയോഗിക്കാം. അല്ല, ഏത് ഞാൻ ഏലത്തോട്ടത്തിൽ ഞാൻ ഇത് ചെയ്യുന്നത് കീടനാശിനിയുടെ കൂടെ തന്നെ അടിച്ചു കൊടുക്കുക. നമുക്ക് മെയിനായിട്ടും ഫ്ലവറിംഗ് ആണ് മെയിനായിട്ടും നമ്മുടെ ആവശ്യം. അപ്പോൾ നമുക്ക് ഈ കീടനാശിനികളുടെ അളവും കുറയ്ക്കാൻ സാധിക്കും. അല്ല, നമ്മുടെ അളവ് കുറയ്ക്കുകയല്ല, നമുക്ക് കീടനാശിനികളുടെ അടിക്കുന്നതിന്റെ ഡേറ്റ് പീരീഡ് ഇച്ചിരി നീട്ടാൻ പറ്റും. ഇതും തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് നാളത്തേക്ക് കിട്ടത്തുള്ളൂ. അതാണ് ഒരു ബെനിഫിറ്റ്. ഇപ്പൊ അടുക്കളത്തോട്ടത്തിൽ പച്ചക്കറി കൃഷികളിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കീടനാശിനിയുടെ ആവശ്യമില്ല. വിഷരഹിത പച്ചക്കറി നമ്മുടെ വീട്ടിലേക്ക് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് നമ്മുടെ മക്കൾക്കും കൊടുക്കാൻ പറ്റും. ആഴ്ചയിൽ ഒന്ന് സ്പ്രേ കൊടുത്താൽ മതി. അതൊരു 10-200 രൂപയുടെ സ്പ്രേയർ മേടിച്ചാൽ മതി. അത് 20 രൂപയുടെ നമ്മുടെ സ്പ്രേയർ മേടിച്ച് ഒരു കുപ്പിക്കകത്തോട്ട് വെച്ച് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ അടുക്കളത്തോട്ടത്തിലേക്ക് പറഞ്ഞു, ഈ ഉണ്ടാക്കിയേക്കുന്ന ഈ ഒരു ടോണിക്ക് 2.5 മില്ലി 1 ലിറ്ററിലേക്ക് ഡൈലൂട്ട് ആക്കിയാൽ മതി. പക്ഷേ അത് കാണുമ്പോൾ നമുക്ക് വിചാരിക്കാം ഈ ഒരു വലിയ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കൃഷി രീതി ഉണ്ടല്ലോ, നമ്മുടെ 1 ഏക്കർ 2 ഏക്കർ എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് അത് അവർക്ക് വേണ്ടിയിട്ട് ഒരു അളവ് പറയണം. ഒരു 100 ലിറ്ററിന് ഉള്ള കണക്കിൽ തീർച്ചയായിട്ടും എത്ര ചെയ്ത് കൊടുക്കാം, പറഞ്ഞു കൊടുക്കാം. 100 ലിറ്റർ ബാരലിലേക്ക് എത്ര മില്ലി ചേർക്കണം എന്നുള്ളത്. 100 ലിറ്റർ ബാരലിലേക്ക് നമുക്ക് എന്നാന്ന് വെച്ചാൽ 1/2 ലിറ്റർ മതി. 200 ലിറ്ററിന് 1/2 ലിറ്റർ ഈ നമ്മുടെ 250 മില്ലി 100 ലിറ്ററിന് 250 മില്ലി അത് കൊടുത്താൽ മതി. ഇതിനിപ്പം ഇത് ചെറുകിട നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി വൻകിട കർഷകർക്ക് ഞാൻ ഇങ്ങനെ ഈ 1 ലിറ്റർ അല്ല ഉണ്ടാക്കുന്നത്, ഞാൻ ശരിക്കും 50 ലിറ്ററാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു ആ ഏലകൃഷിക്കാരെയും നമുക്ക് പരിഗണിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജാതി കൃഷിക്ക് ഉപയോഗിക്കാമല്ലോ. ഏത് കൃഷികൾക്ക് ഉപയോഗിക്കാം നമുക്ക്. ഇനി അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കൂട്ട് പറയാം. ഞാൻ ഇവിടെ ചെയ്യുന്നതാണ്. ഞാൻ സാധാരണ 50 ലിറ്ററാണ് കൂട്ടുന്നത്. അത് 25 ലിറ്റർ ഗോമൂത്രം, 25 ലിറ്റർ വേണം. 25 ലിറ്റർ ഗോമൂത്രം, 10 ലിറ്റർ പാല് വാങ്ങിച്ച് തൈരാക്കണം. എന്നിട്ട് 25 ലിറ്റർ മോരാക്കണം. ബാക്കി 15 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് അത് 25 ലിറ്റർ ആക്കണം. അതിലേക്ക് 1/2 കിലോ പാൽക്കായം ലയിപ്പിച്ച് ചേർക്കണം. എന്നിട്ട് ഒരു 50 ലിറ്ററിൻ്റെ ബാരലിനകത്തോട്ട് അടച്ചങ്ങ് വെച്ചാൽ മതി. 10 ദിവസം കഴിയുമ്പം നമുക്ക് വൻകിട തോട്ടക്കാർക്ക് ഇത് ഉപയോഗിക്കും. ഞാൻ അതാണ് ഏലക്കാട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ 1 ലിറ്റർ ഈ ചെറുകിട കർഷകർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ പറഞ്ഞു തന്നതാണ്. അതെ. അപ്പോൾ ഈ ഒരു ഫ്ലവറിംഗ് ടോണിക് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമുക്ക് ഒഴിവാക്കാനേ പറ്റും. കാശ് കൊടുക്കേണ്ട കാര്യമില്ല. വളരെ ചെലവ് ചുരുങ്ങിയ രീതി നമുക്ക് ഉൽപാദനം കൂട്ടാൻ പറ്റും. അപ്പോൾ കർഷകർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നൊരു തീർച്ചയായിട്ടും ഞാൻ അത് കാണിച്ചു തരാം. ഞാൻ 50 ലിറ്റർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കർഷകരെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു ടിപ്പ് തന്നെയാണ് സാറിൻ്റെ അടുത്ത് നിന്ന്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് നന്ദി സാറേ. ഇതുപോലെയുള്ള ടിപ്സൊക്കെ പലരും അങ്ങനെ പുറത്ത് പറഞ്ഞു കൊടുക്കില്ല, അവനവൻ്റെ കാര്യം മാത്രം നോക്കില്ല. പക്ഷെ സാർ അങ്ങനെയല്ല, എല്ലാവർക്കും പാവപ്പെട്ട എല്ലാ കൃഷിക്കാരും അത് നമ്മൾ ചിലവ് ചുരുങ്ങിയ രീതിയിൽ കൂടുതൽ ആദായം എടുത്താലേ നമുക്കൊക്കെ ജീവിതം മുന്നോട്ട് ഒരു പച്ച പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് പറ്റത്തില്ല. അപ്പോൾ ചെറിയ ടിപ്സൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഒരുപാട് നന്ദി സാറേ. തീർച്ചയായിട്ടും. ഇനി നമുക്ക് അൾട്രാ ഹൈ ഡെൻസിറ്റി ഒരു വീഡിയോ സാറ് ചെയ്തു തരണം. അത് നമുക്ക് തീർച്ചയായിട്ടും അവരെ കാണിച്ചു കൊടുക്കാം. ഓക്കെ. അതായത് കൂടുതൽ ഉൽപാദനം കുറഞ്ഞ സ്ഥലപരിമിതിയിൽ നിന്ന് ആ ഒരു കൺസെപ്റ്റിൽ തീർച്ചയായിട്ടും കാണിച്ചു. ഒരുപാട് സാറേ. ഓക്കെ.